ഒരു യുവതിയെ കൊന്നതിനു ശേഷം വളഞ്ഞ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് അവളുടെ മുടി മുഴുവൻ അയാൾ മുറിച്ചു മാറ്റി. പിന്നെ ശരീരം മുഴുവൻ മൃഗക്കൊഴുപ്പ് പുരട്ടി തുണികൾ കൊണ്ട് പല പാളികളായി മുറുക്കി പൊതിഞ്ഞു. അടുത്ത ദിവസം ആ തുണികൾ അഴിച്ചെടുത്ത് കൊഴുപ്പ് ബോഡിയിൽ നിന്ന് വളരെ ശ്രദ്ധയോടെ ചുരണ്ടിയെടുത്തു. കാരണം അതിന്റെ ഉള്ളിൽ ആ യുവതിയുടെ ശരീരത്തിന്റെ അപൂർവ ഗന്ധം മുഴുവൻ കുടുങ്ങിയിരുന്നു. പിന്നീട് ആ കൊഴുപ്പ് പ്രത്യേക രീതിയിൽ സംസ്കരിച്ച് ഒരു പെർഫ്യൂം കുപ്പിയിലാക്കി. പക്ഷെ അത് മാത്രം മതിയായിരുന്നില്ല. ഇനിയും 12 അപൂർവ സുഗന്ധങ്ങൾ കൂടി വേണമായിരുന്നു അവന്റെ ലക്ഷ്യത്തിന്. ഇതുപോലെ 13 വ്യത്യസ്ത ഗന്ധങ്ങൾ ചേർന്നാൽ മാത്രമേ ലോകം ഇതുവരെ കാണാത്ത ഏറ്റവും ശക്തമായ പെർഫ്യൂം ഉണ്ടാക്കാൻ കഴിയൂ. അതിന് അവൻ നൽകിയ പേര് ബ്യൂട്ടി 13. ഓരോ തവണയും ഒരു പെർഫ്യൂം തയ്യാറാക്കിയ ശേഷം കൊലപാതകത്തിന്റെ എല്ലാ തെളിവുകളും അവൻ പൂർണ്ണമായും ഇല്ലാതാക്കും. ദിവസങ്ങൾ കടന്നു പോകുന്തോറും നഗരത്തിലെ യുവതികൾ ഓരോരുത്തരായി അപ്രത്യക്ഷരാകാൻ തുടങ്ങി. നഗരം മുഴുവൻ ഭീതിയിലായി. സ്വന്തം പെൺമക്കളെ രക്ഷിക്കാൻ ആളുകൾ വീടുകളുടെ വാതിലുകളും ജനലുകളും കൂടുതൽ സുരക്ഷിതമാക്കി. പക്ഷെ അതൊന്നും അവനെ തടയാനായില്ല. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ 12 പെർഫ്യൂമുകളും തയ്യാറാക്കി. ഇനി ബാക്കിയുള്ളത് അവസാനത്തെ സുഗന്ധം മാത്രം. അതിനായി അവൻ തെരഞ്ഞെടുത്തത് രാജാവിന്റെ മകളെയായിരുന്നു. ഒരിക്കൽ അവളുടെ ശരീരത്തിൽ നിന്ന് വന്ന അതുല്യമായ സുഗന്ധം അവൻ തിരിച്ചറിഞ്ഞിരുന്നു. ഇതേ സമയത്താണെങ്കിൽ രാജാവ് തുടർച്ചയായ കൊലപാതകങ്ങൾ കാരണം മകളെ ഒരു രഹസ്യസ്ഥലത്തേക്ക് മാറ്റി ഒളിപ്പിച്ചിരുന്നു. പക്ഷെ അവർക്കറിയാത്തൊരു കാര്യമുണ്ട്. ഈ കൊലയാളി കണ്ണുകൾ കൊണ്ടല്ല ഇരയെ കണ്ടെത്തുന്നത്, ഗന്ധം പിന്തുടർന്നാണ് അവൻ വേട്ടയാടുന്നത്. പതിയെ മാഞ്ഞു പോകുന്ന ആ സുഗന്ധത്തിന്റെ പാത പിന്തുടർന്ന ഒടുവിൽ അവൻ ആ രാജകുമാരിയുടെ ഒളിത്താവളം കണ്ടെത്തി. പിറ്റേന്ന് രാജാവിന്റെ സൈന്യം അവിടെ എത്തിയപ്പോൾ രാജകുമാരി ഇതിനോടകം കൊല്ലപ്പെട്ടിരുന്നു. അതോടെ 13ാമത്തെ പെർഫ്യൂം പൂർത്തിയായി. പിന്നീട് ആ 13 സുഗന്ധങ്ങളും ഒന്നിച്ചു ചേർത്ത് ലോകത്ത് ഇതുവരെ ആരും സൃഷ്ടിക്കാത്ത അത്ഭുത പെർഫ്യൂം അവൻ നിർമ്മിച്ചു. അതായിരുന്നു ബ്യൂട്ടി 13. പക്ഷെ അതിന്റെ വിജയം ആഘോഷിക്കുന്നതിന് മുമ്പേ സൈന്യം അവനെ വളഞ്ഞു. യജമാനന്റെ ഗന്ധം പിന്തുടർന്ന ഒരു നായ അവൻ വീട്ടിൽ ഒളിപ്പിച്ചിരുന്ന മുടിയും വസ്ത്രങ്ങളും കണ്ടെത്തിയിരുന്നു. അതോടെ കൊല്ലപ്പെട്ട എല്ലാ യുവതികളുടെയും സാധനങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തി. നഗരത്തെ ഭീതിയിലാഴ്ത്തിയ സീരിയൽ കില്ലർ ഇയാളാണെന്ന് എല്ലാവർക്കും വ്യക്തമായി. എന്നിട്ടും അവൻ ഒട്ടും ഭയപ്പെട്ടില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന പെർഫ്യൂം കുപ്പി മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ നിന്നും ഏതാനും തുള്ളികൾ ഒരു തൂവയിൽ ഒഴിച്ചു. ശേഷം അത് വായുവിലേക്ക് വീശി. അതിന്റെ സുഗന്ധം ശ്വസിച്ച വധശിക്ഷ നടത്താനിരുന്ന ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ അവന്റെ മുന്നിൽ മുട്ടുകുത്തി. നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗന്ധം ജനക്കൂട്ടത്തിൽ ആകെ പടർന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവന്റെ മന്ത്രവശത്തായി. രാജാവ് വരെ അവന്റെ മുന്നിൽ തലകുനിച്ചു. അടുത്ത നിമിഷം മുഴുവൻ ജനക്കൂട്ടവും അവനൊരു ദൈവമായി ആരാധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് തന്റെ പെർഫ്യൂമിന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് അവനും മനസ്സിലാക്കിയത്. അവന്റെ പെർഫ്യൂമിന്റെ സുഗന്ധത്തിൽ ലയിച്ചുപോയ രാജാവ് ഉടൻ തന്നെ അവനെ കുറ്റവിമുക്തനാക്കി എല്ലാ കേസുകളും റദ്ദാക്കി അവനെ സ്വതന്ത്രനായി വിട്ടയച്ചു. പിന്നീട് അവൻ വീണ്ടും താൻ ജനിച്ച അഴുക്കും ദാരിദ്ര്യവും നിറഞ്ഞ തെരുവുകളിലേക്ക് മടങ്ങി. അവിടെ വെച്ച ആ അത്ഭുത പെർഫ്യൂമിന്റെ മുഴുവൻ കുപ്പിയും സ്വന്തം ശരീരത്തിലേക്ക് അവൻ ഒഴിച്ചു. അടുത്ത നിമിഷം ആ സുഗന്ധം ചുറ്റും പടർന്നു. അതിന്റെ സ്വാധീനത്തിൽ ജനക്കൂട്ടം മുഴുവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ പെരുമാറാൻ തുടങ്ങി.